ഒരുപാട് പേരെ കൺഫ്യൂസ് ആക്കുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് ആണോ ബെറ്റർ അതോ ഡയറക്റ്റ് സ്റ്റോക്സ് ആണോ, ഏതാണ് ബെസ്റ്റ്? നിങ്ങൾ മാർക്കറ്റിൽ പുതുതായി കടക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായും ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ആദ്യം നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. നമ്മൾ തന്നെ ഒരു കമ്പനിയുടെ ഷെയർ നേരിട്ട് വാങ്ങുന്നതിനെയാണ് ഡയറക്റ്റ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് റിലയൻസ്, TCS, ഇൻഫോസിസ് പോലുള്ള കമ്പനികളുടെ ഷെയർ നേരിട്ട് വാങ്ങാം. ഇത് ചെയ്യുമ്പോൾ മുഴുവൻ കൺട്രോളും നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുക. എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം, എത്ര എമൗണ്ട് നിക്ഷേപിക്കണം എല്ലാം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഡയറക്റ്റ് സ്റ്റോക്സിലേക്ക് ഇറങ്ങുമ്പോൾ മാർക്കറ്റ് നോളജ്, ടൈം, റിസർച്ച്, പേഷ്യൻസ് എല്ലാം വളരെ പ്രധാനമാണ്. ഒരു ഷെൽഫ് നോക്കി ഫിലിം സെലക്ട് ചെയ്യുന്നത് പോലെയല്ല സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ഗ്രോത്ത്, ഫ്യൂച്ചർ പ്ലാൻസ്, കോമ്പറ്റീഷൻ എല്ലാം പഠിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ. ഇനി മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട് എന്നത് ഒരുപാട് ആളുകളുടെ പണം ഒന്നിച്ചു കൂട്ടി ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് റിസർച്ച് ചെയ്യാൻ സമയമില്ലെങ്കിൽ അഥവാ നോളജ് കുറവാണെങ്കിൽ ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി അത് ചെയ്യും. നമുക്കൊരു ചെറിയ എമൗണ്ട് വെച്ച് പോലും മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. SIP എന്നൊരു മെത്തേഡ് ഉപയോഗിച്ച് മാസം 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പോലും പോസിബിൾ ആണ്. ഇവിടെ റിസ്ക് കുറവാണോ എന്നൊരു ചോദ്യം കാണും. ഡയറക്റ്റ് സ്റ്റോക്സിനെ വെച്ച് നോക്കുമ്പോൾ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം മ്യൂച്വൽ ഫണ്ട് ഒരൊറ്റ കമ്പനിയിലേക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് കമ്പനീസ്, സെക്ടേഴ്സ് എല്ലാം കവർ ചെയ്യുന്ന ഡൈവേഴ്സിഫിക്കേഷൻ അവിടെയുണ്ട്. എന്നാൽ റിട്ടേൺസ് കുറവാണോ? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ഗീവ്സ് കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ റിട്ടേൺസ്. ഡയറക്റ്റ് സ്റ്റോക്സ് ചിലപ്പോൾ വലിയ പ്രോഫിറ്റ്സ് തരാം, പക്ഷെ വലിയ ലോസ് ഉണ്ടാക്കാനും സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ട് ഏതാണ് ബെസ്റ്റ്? ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ട്, മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, റിസ്ക് എടുത്ത് ബിഗ് പ്രോഫിറ്റ്സ് ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്സ് ട്രൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ ബിഗിനർ ആണ്, സ്റ്റഡി ഗ്രോത്ത് ആണ് വേണ്ടത്, ടൈം കുറവാണെങ്കിൽ, സ്ട്രെസ് കുറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണ് ബെറ്റർ ഓപ്ഷൻ. ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് സ്മാർട്ടസ്റ്റ് സ്ട്രാറ്റജി. ഒരു ഭാഗം മ്യൂച്വൽ ഫണ്ടിൽ സേഫായി, മറ്റൊരു ഭാഗം ഡയറക്റ്റ് സ്റ്റോക്സിൽ ലേണിംഗ് പർപ്പസിനും ഗ്രോത്തിനും വേണ്ടി വെക്കുക. ഇതാണ് റിയൽ സ്മാർട്ട് ഇൻവെസ്റ്റിംഗ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.